പി കെ പവർ എൻ കെ എന്നുള്ള രൂപത്തിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമെറ്റിക്സ് n can be factorized as p1 power n1, p2 power n2, etc. pk power nk. അങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ then the number of abelian groups of order n up to isomorphism is given by partition of n1 into partition of n2 into etc. partition of nk. n1 എന്ന് പറഞ്ഞാൽ p1 ന്റെ പവറിലുള്ള നമ്പർ, n2 p2 ന്റെ പവറിലുള്ള നമ്പർ, n3 p3 ൻ്റെത് എക്സെട്ര nk pk ന്റെ പവറിലുള്ളത്. ഓരോ പ്രൈമിന്റെയും പവറിൽ ഏതാണോ നമ്പർ വരുന്നത് ആ നമ്പേഴ്സിന്റെ ഒക്കെ പാർട്ടീഷൻസിന്റെ എണ്ണം കണ്ടിട്ട് അവരെല്ലാവരും കൂടി പ്രൊഡക്റ്റ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. ദ നമ്പർ ഓഫ് പാർട്ടീഷൻസ്, ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, ദ നമ്പർ ഓഫ് പാർട്ടീഷൻസിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും ദ നമ്പർ ഓഫ് എബിലിയൻ ഗ്രൂപ്പ്സ് എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിൾസ് സ്ലൈഡിൽ മെൻഷൻ ചെയ്തിരുന്നു, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് n എന്നുള്ളത് 200 ഓർഡർ ഉള്ള ഒരു ഗ്രൂപ്പ് എടുത്തു. n ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 200. അങ്ങനെയാണെങ്കിൽ 200നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ ആദ്യം ജസ്റ്റ് 25 ഇൻറ്റു 8 എന്ന് എഴുതി. 25 5 സ്ക്വയർ ആണ്, 8 2 ക്യൂബ് ആണ്. സോ 200 ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് 5 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് പാർട്ടീഷൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? 5 സ്ക്വയർ, 5ന്റെ പവറിൽ വരുന്ന നമ്പർ പി ഓഫ് 2 ഇൻറ്റു പി ഓഫ് 3 വരും. അതിന് പി ഓഫ് 2 കാണാൻ വേണ്ടിയിട്ട് 2നെ പാർട്ടീഷൻ ചെയ്യാം. 2നെ നമുക്ക് 2 എന്ന് എഴുതാം, 1 പ്ലസ് 1 എന്ന് എഴുതാം. സോ 2ന്റെ പാർട്ടീഷൻസ് 2 ആണ്. അതേപോലെ 3ന്റെ പാർട്ടീഷൻസ് 3നെ നമുക്ക് 3 എന്ന് എഴുതാം. ഇനി 3നെ നമുക്ക് മാറ്റിയിട്ട് 1 പ്ലസ് 2 എന്ന് എഴുതാം, 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാം. ഈ 3 രൂപത്തിലേ നമുക്ക് 3നെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഓഫ് 2 ഈസ് 2 and the number of partitions of 3 is 3. Hence p of 2 into p of 3 is equal to 2 into 3, that is equal to 6. Therefore up to isomorphism the number of abelian groups of order 200 is 6 എന്നുള്ളതാണ് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആ എബിലിയൻ ഗ്രൂപ്പ്സ് വരുന്നത് എന്നൊന്ന് നോക്കാം. ഒന്ന് രണ്ട് പേര് ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ക്ലിയർ ആയില്ല എന്നുള്ളത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത ഒരു എക്സാമ്പിളും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഓർഡർ 200ൽ 6 ഉണ്ട് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇനി ആ 6 ആൾക്കാരെ ഉണ്ടാക്കിയാൽ മതി. അതിന് 200നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്, 2 ഇൻറ്റു 5 സ്ക്വയർ. ഓക്കെ, അങ്ങനെ 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതി. ഒരാൾ എന്തായാലും Z200 ആയിരിക്കും, Z200നോട് ഐസോമോർഫിക് ആയിരിക്കും. ഇനി അടുത്ത ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ട് 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ എന്നുള്ള ഫാക്ടറൈസ്ഡ് ഫോർമുല നമ്പറിന് ഇവിടുന്ന് ഒരു 2നെ എടുക്കുക, Z2. ബാക്കി എത്ര വരും? ഒരു 2നെ കണ്ട് എടുത്തിട്ട് ബാക്കി മൊത്തം 200ൽ ഒരു 2 കൊണ്ട് പോയാൽ ബാക്കി 200/2 100 വരും. അയാളെ Z100 ആയിട്ട്, അതായത് രണ്ടെണ്ണത്തിന്റെ രൂപത്തിലാണ് നമുക്ക് എത്ര എണ്ണം കിട്ടും എന്നുള്ളത് നോക്കുന്നത്. രണ്ട് ഗ്രൂപ്പുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്ന രൂപത്തിൽ എത്ര ആൾക്കാരുണ്ടാകും എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിന് വേണ്ടി 2 ക്യൂബിന്ന് ഒരു 2നെ എടുക്കും. ഇനി 2 ക്യൂബിന്ന് 2 2നെ എടുക്കുക. എടുക്കുമ്പോൾ 2 സ്ക്വയർ വരും, Z4 കിട്ടി. ബാക്കി ഒരു 2 ഉണ്ട്, ഒരു 5 സ്ക്വയർ ഉണ്ട്. അതായത് 4 പോന്നാൽ 200/4 ചെയ്യുന്ന സമയത്ത് 50 കിട്ടും. അപ്പൊ 4 വന്നു, 50 കിട്ടി. Z4 ക്രോസ് Z50 എന്ന് എഴുതാം. ഇനി 2 ക്യൂബ് മൊത്തം എടുക്കുക. 2 ക്യൂബ് മൊത്തം എടുക്കുക എന്ന് പറഞ്ഞാൽ ആര് വരും? Z8 വരും. ബാക്കി ആരാ ഉള്ളത്? Z25 ആണുള്ളത്. അതായത് ഒരു 2 എടുത്തു, ബാക്കി Z100 എഴുതി. രണ്ടെണ്ണം എടുത്തു, രണ്ടെണ്ണം എടുക്കാന്ന് പറഞ്ഞാൽ സ്ക്വയർ എടുത്തു, Z4 കിട്ടി, ബാക്കിയുള്ളത് എഴുതി. 3 എടുക്കുക, 3 എടുക്കാന്ന് പറഞ്ഞാൽ Z8 വരും, ബാക്കി ആരേ ഉള്ളൂ? Z25 ആണ് ബാക്കിയുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, 8ഉം 25ഉം തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. 8 ഈവൻ ആണ്, 25 ഓഡ് ആണ്. Therefore this relatively prime. Therefore this group is isomorphic to Z200. അപ്പൊ 2 ക്യൂബ് എടുക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ല.
2 എടുക്കുന്നതും 2 സ്ക്വയർ എടുക്കുന്നതേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ 5 വെച്ചിട്ട് നോക്കുക. ആദ്യം ഒരു 5 എടുക്കുക, ബാക്കിയുള്ളവരൊക്കെ കൂടി അവിടെ Z5 ക്രോസ് Z40. ഇനി 2 5 എടുക്കുക. 2 5 എടുക്കുക എന്ന് പറഞ്ഞാൽ Z25 എടുക്കണം. ബാക്കി Z8 ആണ് വരിക, ഇയാൾ തന്നെയാണ് വരിക. Z200നോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു 2 എടുത്തു, 2 2 എടുത്തു, 3 2 എടുക്കുന്നത് അവിടെ എടുക്കാൻ പറ്റൂല, കാരണം അത് സൈക്ലിക് ആയിട്ട് മാറും. ഒരു 5 എടുത്തു, 2 5 എടുക്കുന്നത് എടുക്കാൻ പറ്റൂല. അപ്പൊ ടോട്ടലി നമുക്ക് ആരൊക്കെ കിട്ടി? 1 ആയി, 2 ആയി, 3 ആയി, 4 ഉണ്ട്. ഇനി അടുത്തത് എടുക്കാൻ ഒരു 5 എടുക്കുക, ആ 5ലേക്ക് ഒരു 2 കൊടുക്കുക. അതായത് 2 5 എടുക്കാൻ പറ്റൂല പറഞ്ഞു, ഒരു 5ഉം ആ 5ലേക്ക് ഒരു 2 കൂടി കൊടുക്കുമ്പോൾ ടോട്ടലി 10 വരും. അതാണ് Z10. Z10 ക്രോസ് Z20. ബാക്കി ഓൾറെഡി 200 10 പോയാൽ 200/10 20, 200/10 ചെയ്യുന്ന സമയത്ത് 20 വരും. അപ്പൊ ബാക്കി Z20 എഴുതി. ഇനി അടുത്തത് ഒരു 5 എടുത്തു, 2 5 എടുക്കാൻ പറ്റൂല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു 5 എടുത്തു, അതിലേക്ക് ഒരു 2 കൊടുത്തു, ഒരു 2ഉം കൂടി കൊടുക്കുക. ഒരു 2ഉം കൂടി കൊടുക്കുമ്പോൾ 5ഉം 2ഉം 10 ആയിട്ട് മാറും. 10ഉം ഒരു 2 ഉണ്ട്, ആ 2ഉം കൂടി ചെയ്യുന്ന സമയത്ത് 20 ആയിട്ട് മാറും. അപ്പോൾ ഒരു 5ഉം 2 2 സമയത്ത് Z20 വരും. പിന്നെ ബാക്കി ആരാ ഉള്ളത്? 20 പോയാൽ Z10 ആണ്, അയാൾ ഇതന്നെ ആയിട്ട് മാറും. ഇനി ഒരു 5ഉം 3 2 എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്. അപ്പോൾ ഒരു 5ഉം ഓരോ 2 അതിലേക്ക് ജോയിൻ ചെയ്യുന്നത് നോക്കി. ഇനി അടുത്തത് എടുക്കാനുള്ളത് 2 5കൾ എടുക്കുക. 2 5 എടുക്കുക എന്ന് പറഞ്ഞാൽ 20 വരും. അതിലേക്ക് ഒരു 2 കൊടുക്കുക. 2 എടുത്തു, അതിലേക്ക് ഒരു 2 കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? 25 × 2 50 വരും. ബാക്കിയുള്ള ഒരു 2 അവിടെ വെച്ചു. ബാക്കിയുള്ളത് എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. അപ്പൊ Z4 ക്രോസ് Z50 അത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? 2 5ഉം ഒരു 2 എടുക്കുന്നതിന് പകരം 2 2 എടുക്കുക. 2 2 എന്ന് പറഞ്ഞാൽ 4 വരും. 4 × 25 100. അതും ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി 3 2 എടുക്കുക എന്ന് പറഞ്ഞാൽ Z200 ആണ്, അത് ഓൾറെഡി എഴുതിയതാണ്. അപ്പൊ 2 എണ്ണം വീതം രൂപത്തിൽ, അതായത് G ക്രോസ് H എന്നുള്ള രൂപത്തിൽ നമുക്ക് 4 ആൾക്കാരെ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് 3 ആളെ വെച്ചിട്ട് എത്ര ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്ന നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ക്യൂബ് എന്ന് ഒരു 2 അവിടെ ഫിക്സ് ചെയ്യാം. Z2 ഫിക്സ് ചെയ്തു. ഇനി ബാക്കിയുള്ള ഒരു 2ഉം ബാക്കിയുള്ള 2 ക്യൂബിൽ നിന്ന് ഒരു 2 പോന്നാൽ പിന്നെ നമ്മൾ അവിടെ കയ്യിലുള്ളത് അടുത്ത എക്സാമ്പിൾ ആയിട്ട് സ്ലൈഡിൽ പറഞ്ഞിരുന്നത് 162 ഓർഡർ ആണെങ്കിൽ അതിൽ എത്ര ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ്. 162നെ ഫാക്ടറൈസ് 3 power 4 × 2 power 1 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ P of 4 × P of 1 ഈക്വൽ ആയിരിക്കും. P of 4 5 ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 4ന്റെ ഫാക്ടറൈസേഷൻ ആണ്. 4നെ ഒറ്റൊന്നാക്കിയിട്ട് 4 എന്ന് എഴുതാം. ഇനി 3 എടുക്കുക, 1 കൊടുക്കുക, അപ്പൊ 3 + 1 വരും. 2 എടുത്തു, ബാക്കി 2 എടുത്തു. ഇനി അടുത്തത് എടുക്കാൻ നമുക്കൊന്നുമില്ല. 3 എടുത്തു, 2 എടുത്തു, പിന്നെ വീണ്ടും 3 പോവാനുള്ളത്. അപ്പൊ 2 എണ്ണം എഴുതുന്ന സമയത്ത് ഈ 2 എണ്ണേ വരുള്ളൂ. ഇനി 3 എണ്ണം എഴുതാനാ. 3 എണ്ണം എഴുതാൻ 3നെ ഫിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്നും എഴുതാനില്ല. അപ്പൊ 2നെ ഫിക്സ് ചെയ്യുക. ഈ 2നെ നമ്മൾ വീണ്ടും 1 + 1 എഴുതി. ഇനി 3 എണ്ണം ഒരു പാർട്ടീഷൻ ഇത് തന്നെ വരുള്ളൂ. ഇനി 4 ആക്കി പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2നെ 1 + 1 + 1 + 1 എന്ന് എഴുതി. ടോട്ടലി 4ന്റെ പാർട്ടീഷൻസിന്റെ എണ്ണം P of 4 5 വരും. ടോട്ടൽ നമ്പർ ഓഫ് എബിലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 162 അപ് ടു ഐസോമോർഫിസം ഈസ് 5. ആ 5 എങ്ങനെ വരുന്നത് നോക്കാം. നമ്മൾ 162ന് എഴുതിയത് 162ന് 3 power 4 × 2 power 1. 3 power 4 × 2 power 1 എന്നുള്ളതാണ് 162നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തത്. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ്
ടോട്ടലി 162 ഓർഡറിൽ ഒരാൾ 162 ഒന്നായി Z162 വിച്ച് ഈസ് സൈക്ലിക്. ഇനി അടുത്തത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 into 2/1 ഒരു 3 എടുത്തു. 162 3 പോന്നാൽ ബാക്കിയുള്ള എല്ലാവരെയും എങ്ങോട്ട് അസോസിയേറ്റ് ചെയ്യുക? ഈ 2 അസോസിയേറ്റ് ചെയ്യാം. 162 3 പോന്നാൽ Z54 വരും. സോ Z3 ക്രോസ് Z54 എന്നുള്ളത് രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് മാറി. ഇനി അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് 3കളെ ഒന്നിച്ചെടുക്കുക. 3 സ്ക്വയർ എടുത്തു. 3 സ്ക്വയർ പോന്നാൽ ബാക്കി 18 എന്നുള്ള 162 3 സ്ക്വയർ പോന്നാൽ 18 വരും. സോ Z9 ക്രോസ് Z18 എഴുതി. ഇവർ രണ്ടാളും തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം അല്ല, അതുകൊണ്ട് അടുത്തൊരാൾ ഇയാളായിട്ട് മാറും. ഇനി 3 സ്ക്വയർ എന്ന് നമ്മൾ 3 പോന്നു, 3 സ്ക്വയർ വന്നു, ആരെടുക്കുക? 3 ക്യൂബ് എടുക്കുക. 3 ക്യൂബ് എടുക്കുന്ന സമയത്ത് Z27 വരും. Z27 വന്നാൽ Z27 ക്രോസ് ബാക്കി ആരാണുള്ളത്? ഇവിടെ ഞാൻ എഴുതി കൊടുത്ത എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. Z2 എന്നാണ് എഴുതി, 6 അല്ലേ? ഓക്കെ, Z27 വന്നു, ബാക്കി Z6. ഇനി അടുത്തത് 3 ക്യൂബ് എടുത്ത് ഇനി ആര് എടുക്കാനുള്ളത്? 3/4 ആണ് എടുക്കാനുള്ളത്. പക്ഷെ 3/4 എടുക്കുമ്പോൾ പിന്നെ 2 ആണുള്ളത്. അവർ രണ്ടാളും റിലേറ്റീവ്ലി പ്രൈം ആണ്, അതുകൊണ്ട് Z162 ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ 3 എടുത്തു, 3 സ്ക്വയർ എടുത്തു, 3 ക്യൂബ് എടുത്തു, 3/4 എടുക്കാൻ പറ്റൂല. ഇനി 2 വന്ന് നോക്കുക. നമ്മൾ 2 എടുത്തു, 2/1 എടുത്തു. ഇനി മറ്റോടത്തുനിന്ന് ബാക്കിയുള്ളവരൊക്കെ ആരോട് ഐസോമോർഫിക്? 3/4 ഒന്നിച്ചിട്ട് ഇതിനോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ 2ന്റെ പവറിൽ 1 ആയതുകൊണ്ട് നമ്മളിവിടെ 3യിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ 2നെ വെച്ചിട്ട് പറയാൻ പറ്റൂല. അപ്പൊ 3 സ്ക്വയർ, 3 ക്യൂബ്, Z27, Z9, Z3, ബാക്കി എത്ര ഓർഡർ വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവരെഴുതി. അപ്പൊ 2 വീതമുള്ള പ്രൊഡക്റ്റുകൾ 3 കഴിഞ്ഞു. ഇനി 2 2 വീതമുള്ളത് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ഇനി അടുത്തത് 3 വീതമുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് Z3/4 എന്ന് രണ്ട് 3കൾ എടുത്തു. അതായത് Z3 ക്രോസ് Z3 എന്ന് എഴുതി. ബാക്കി ആരൊക്കെ ഉണ്ടാവും? ഒരു Z3 ക്രോസ് Z2, ഇതാണ് ബാക്കിയുള്ളത് വരിക. അയാൾ ഐസോമോർഫിക് ആയിട്ട് ആരോട്? ഇവിടെ പോയല്ലോ, Z3 ക്രോസ് 4 ഉണ്ടല്ലേ, Z3 ക്രോസ് Z2. അതായത് ഒറ്റ 3 വെച്ചിട്ട് 3 സ്ക്വയർ, 3 ക്യൂബ് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. 2നെ വെച്ചിട്ട് നമുക്ക് അതേപോലെ പറയാൻ പറ്റില്ല, കാരണം 2ന്റെ പവർ 1 ആണ്. ഇനി 3നെ 2 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, Z3 ക്രോസ് Z3. ബാക്കിയുള്ളവരെ എല്ലാവരും കൂടി ഒന്നിച്ചെഴുതി. ഒന്നിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ 3 ക്രോസ് 3 ക്രോസ് 3 into 3 into 2, 9 into 2 വരും, 18. ഇയാളായിട്ട് 2, 3, 4, 5. ഓൾറെഡി 5 ആണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. 5 കിട്ടുകയും ചെയ്തു. ഇനി 6ാമത്തതോ 7ാമത്തതോ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഓരെന്ത് വരും? അടുത്തത് നമുക്ക് ഉണ്ടാക്കുക 3 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. 2 ഇവിടെ എടുത്തു, ഇവിടെ 3ാമത്തെ ആൾ എടുത്തു. ഇനി 4ാമത്തെ ആളെ നോക്കേണ്ടത്. 4ാമത്തെ ആളെ നോക്കുക എന്ന് പറഞ്ഞാൽ Z3 ക്രോസ് Z3 ക്രോസ് Z3. ഇവരെ തമ്മിൽ ഒന്നിച്ചെഴുതുക. ഇവരെ തമ്മിൽ ഒന്നിച്ചെഴുതുന്ന സമയത്ത് ഇവരെന്തായിട്ട് മാറും? Z3 ക്രോസ് Z2 റിലേറ്റീവ്ലി പ്രൈം ആണ്, അതുകൊണ്ട് അയാൾ ആരോട് ഐസോമോർഫിക് ആയിട്ട് മാറും? Z6നോട് ഐസോമോർഫിക് ആയിട്ട് മാറും. ഇവിടെയും പ്രശ്നം പറ്റിയ ഇല്ലല്ലോ. ഇവിടെയും നമ്മൾ ഓൾറെഡി എഴുതിയതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നോ സംശയം. 3യും 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 ഒക്കെ റിലേറ്റീവ്ലി പ്രൈം ആണ്. 3യും 6ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല. അപ്പൊ ഇവർ ആരും ഐസോമോർഫിക് ആക്കിയിട്ട് എഴുതാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. 3യും 6ഉം തമ്മിലും റിലേറ്റീവ്ലി പ്രൈം അല്ല. അപ്പൊ ഇവിടെ ഒന്നായി, ഇത് അതേപോലെ ഓക്കെ ആണ്. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. Z9 ക്രോസ് Z8 ഇതെന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞ ആള് 3 ക്യൂബ് എടുത്ത സമയത്ത് Z27ഉം 6ഉം. വാട്ട് അബൌട്ട് 27 ആൻഡ് 6? രണ്ടാളും റിലേറ്റീവ്ലി പ്രൈം അല്ലേ? അത് ഞാൻ പറഞ്ഞപ്പോൾ ആരും കറക്റ്റ് ചെയ്തിരുന്നില്ല. നോക്കാം.
27ഉം 6ഉം അതായത് 3 എടുത്തു 3 സ്ക്വയർ എടുത്തു 3 ക്യൂബ് എടുക്കുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നുണ്ട്? ഐസോമോർഫിക് ടു ദിസ് ഗ്രൂപ്പ് ആവുന്നുണ്ട്. Therefore, this is isomorphic to this group. Hence, this is not classified. അപ്പോൾ ടോട്ടലി എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ചെയ്യുന്ന സമയത്ത് ഒരു പവർ എടുത്തു 2 പവർ ആരോ ഒരാൾ വോയിസിൽ വന്നു പറ. ഓക്കെ, 25ൽ ഏതൊരു എലമെന്റ് എടുത്താലും 25ൽ ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 25നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെ വരും? 1 ഉണ്ടാവും, 5 ഉണ്ടാവും, 25 ഉണ്ടാവും. സിമിലർ ആയിട്ട് 5നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് Z5ൽ 5നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് 1 5. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് നമുക്ക് ഇതിന്റെ ഇടയിൽ കൊടുക്കാനുള്ളത്. 25ൽ 1 5 25 കൊടുക്കാം, Z5ൽ 1ഉം 5ഉം കൊടുക്കാം. അതിൽ ഏതൊക്കെ പേഴ്സ് കൊടുക്കുമ്പോഴാണ് LCM 1 വരിക, സോറി LCM 5 വരിക? ഫസ്റ്റത്തെ Z25ൽ 5ഉം സോറി 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആരെ കൊടുക്കേണ്ടി വരും? 5. 1ഉം 5ഉം LCM 5 ആണ്. ഇനി അടുത്ത നമ്പർ ഇവിടെ 1 കൊടുത്തു, അവിടെ ഇനി 1 കൊടുക്കാൻ പറ്റൂല, 5 ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത് ഇവിടെ 5 കൊടുക്കുക. 5 കൊടുത്താൽ ഇവിടെ ആരൊക്കെ കൊടുക്കാം? 1 വരും, 5ഉം 5ഉം വരും. ഈ 3 ചോയ്സസ് എടുക്കുമ്പോഴും LCM എന്താണ്? 5 ആണ്. അപ്പൊ ഈ ഓരോ ചോയ്സസിലും എത്രയിച്ച് ആൾക്കാരുണ്ടാവും എന്നാണ് നോക്കേണ്ടത്. അതായത് LCM ഓഫ് 1, 5 5 ആണ്, LCM ഓഫ് 5, 1 5 ആണ്, LCM ഓഫ് 5, 5ഉം 5 ആണ്. അപ്പൊ ഈ ഒരു ചോയ്സ് എലമെന്റിന്റെ ഓർഡർ ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ 1ഉം സെക്കൻഡത്തെ ഗ്രൂപ്പിൽ 5ഉം, Z5ൽ 5 ഓർഡറിലുള്ള എത്ര എലമെന്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ജനറേറ്റേഴ്സ് ഉണ്ട് എന്നാണ്. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? 5 ഓഫ് 5 കണ്ടാൽ മതി. അപ്പോൾ 1 5 എന്നുള്ള പേര് കിട്ടുന്നതിൽ 5 ഓഫ് 1 ഇൻറ്റു 5 ഓഫ് 5 വരും. 5 ഓഫ് 5ന്റെ ആൻസർ 4 വരും, 5 ഓഫ് 1ന്റെ ആൻസർ 1ഉം വരും. അടുത്തത് 5ഉം 1ഉം തമ്മിലുള്ള പെയർ, 5ഉം 1ഉം തമ്മിലുള്ള പെയർ 5. 5 എവിടെ ഉള്ള ആളാണ്? Z25ലുള്ള ആളാണ്. ഏതൊരു ഗ്രൂപ്പിന്റെ ഡിവൈസർ അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും the number of elements of that order is can be evaluated by phi of d. അപ്പോൾ phi of 5 വരും, phi of 5 into phi of 1 which is equal to 4. സിമിലർലി അടുത്ത പെയർ ആയിട്ട് വരുന്നത് 5ഉം 5ഉം ആണ്. Z25ൽ 5 ഓർഡറിൽ phi of 5 ആൾക്കാരുണ്ടാവും. അതേപോലെ Z5ൽ 5 ഓർഡറിൽ phi of 5 ആൾക്കാരുണ്ടാവും. 4 into 4 വരും, 16 വരും. ഓരോ ചോയ്സസും ഇൻഡിപെൻഡന്റ് ചോയ്സസ് ആണ്. 6 വരണം. അതിൽ LCM എടുക്കാൻ ആ രണ്ട് നമ്പേഴ്സ് ഫസ്റ്റത്തത് ഇവിടെ ഉള്ളത് Z12ലുള്ള ഓരോ എലമെന്റിന്റെ ഓർഡർ ആണ്. അത് ഏതൊക്കെ വരിക? Z12ന്റെ ഡിവൈസസ് ആണ് ഇവിടെ വരിക. Z12ലുള്ള എലമെന്റിന്റെ ഓർഡർ 1 2 3 4 1 2 3 4 പിന്നെ ആരൊക്കെ വരും? 6 12. ഇത്രയും ഡിവൈസസ് ആണ് Z12ന് വരുന്നത്, 12ന്റെ ഡിവൈസസ് വരുന്നത്. ഇനി ഇവിടെ എടുക്കുന്നത് Z2ലുള്ള എലമെന്റിന്റെ ഓർഡർ ആണ്. Z2ൽ 2 ആണ്, 2ന്റെ ഡിവൈസസ് 1ഉം 2ഉം. അപ്പൊ ഇതിൽ ഏതൊക്കെ പെയേഴ്സ് കൊടുക്കുമ്പോഴാണ് LCM 6 വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ ഏതൊക്കെ പെയേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും നോക്കുക. അത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഒറ്റ സെക്കൻഡ്. ഫസ്റ്റത്തിൽ ഇവിടെ 1 കൊടുത്താൽ അവിടെ നമുക്ക് 1ഉം 2 ആണ് കൊടുക്കാനുള്ളത്. 1ഉം 2ഉം കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് കിട്ടൂല? LCM 6 കിട്ടൂല. അതേപോലെ 2 കൊടുക്കുന്ന സമയത്ത് 1ഉം 2ഉം കൊടുത്തിട്ട് LCM 6 ഉണ്ടാക്കാൻ പറ്റൂല. പിന്നീട് ആരെ കൊടുക്കാം? 3 കൊടുക്കാം. ഇവിടെ 3 വെച്ച്, അതായത് 3 ഓർഡറിലുള്ള ഒരു എലമെന്റ് Z12 ഉണ്ടെങ്കിൽ ഇവിടെ 2 കൊടുക്കുന്ന സമയത്ത് 3ഉം 2ഉം തമ്മിൽ 6 വരും. ഇനി അടുത്ത പെയർ ഇവിടെ 3ഉം ഇവിടെ 2ഉം വന്നു. ഇനി 4ഉം 1ഉം 2ഉം വെച്ചിട്ട് നമുക്ക് 6 ഉണ്ടാക്കാൻ പറ്റൂല. പിന്നീടുള്ളത് 6ഉം 1ഉം വെച്ചിട്ട് 6ഉം 1ഉം കൊടുത്താൽ
LCM 6 ആണ്, 6ഉം 2ഉം കൊടുത്താലും LCM 6 ആണ്. അപ്പൊ ഇത്രയും പെയർസിൽ ഈ 3 പെയർ മാത്രമാണ് നമുക്ക് LCM 6 വരിക. ഇനി LCM ഓഫ് 3,2 ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? 3 എന്നുള്ളത് Z12ലുള്ള ഒരു എലമെന്റിന്റെ ഓർഡർ ആണ്. അത്തരത്തിൽ എത്ര ആൾക്കാരുണ്ടാവും എന്നാണ് നോക്കേണ്ടത്. അതായത് 3 to 6 തരുന്ന G1, G2. ഓർഡർ ഓഫ് G1 ആണ് 3, ഓർഡർ ഓഫ് G2 ആണ് 2. ഓർഡർ ഓഫ് G1 3 തരുന്ന എത്ര G1കൾ Z12 ഉണ്ടാവും? ദാറ്റ് മീൻസ് 5 of 3 വരും. അതായത് ഏതൊരു ഡിവൈസർ ഉണ്ടെങ്കിലും 5 of D the number of elements of order D for any divisor D is given by 5 of D. അപ്പൊ ഇവിടെ 5 of 3 വരും. ഇനി Z2ൽ 2 ഓർഡറിൽ എത്ര ആൾക്കാരുണ്ടാവും എന്ന് വെച്ചാൽ 5 of 2 വരും. അപ്പൊ 5 of 3 into 5 of 2. 5 of 3ന്റെ വാല്യൂ 2 വരും. 2 into 1 equal to 2. അടുത്ത പെയർ ആണ് നോക്കേണ്ടത്. 3 to 6 നോക്കി, 6ഉം 1ഉം തമ്മിൽ 6. സോ 6 ഓർഡറിൽ Z12ൽ എത്ര ആൾക്കാരുണ്ട്? എത്ര ആളുണ്ടാവും? 5 of 6. D 6 ആണ്, D ഡിവൈസർ ആണ്, 5 of 6 വരും. 1 ഓർഡറിൽ Z2ൽ എത്ര ആളുണ്ടാവും? ഐഡന്റിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. 5 of 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെറും 1 എന്ന് തന്നെ എഴുതിയാൽ മതി. നൗ 5 of 6ന്റെ വാല്യൂ, 6നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് ഏതൊക്കെ നമ്പേഴ്സ് വരും? 1ഉം വരും, 5ഉം വരും, 2 വരും. 2 into 1 that is equal to 2. Now what about 5 of 6ഉം 2ഉം തമ്മിലുള്ളതാണ് അടുത്ത പെയർ നോക്കേണ്ടത്. 6ഉം 2ഉം തമ്മിൽ എന്ന് പറഞ്ഞാൽ 6ഉം 2ഉം തമ്മിൽ ടോട്ടലി LCM 6ഉം 2ഉം 6 കിട്ടണം. 6 ഓർഡറിൽ 5 of 6 ആൾക്കാർ Z12ൽ ഉണ്ടാവും. 2 ഓർഡറിൽ 5 of 2 ആള് വരും. 5 of 6 2 ആണ്. 2 into 1 2. എല്ലാ ഇവന്റ്സും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. therefore ടോട്ടലി 2 plus 2 plus 2 equal to 6 വരും. നേരത്തെ ഇതിന് എഴുതിയ സിമിലർ പ്രൊസീജിയർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ 6 കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മറ്റു 2 ക്വസ്റ്റ്യൻസും കൂടി കഴിഞ്ഞതിന് ശേഷം. 6 ആളുകളല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 6 ആളുകൾ ഏതൊക്കെ വരികയെന്നൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. നേരത്തെ ഇതിൽ 24 ഉണ്ട്. അപ്പൊ 24 ലിസ്റ്റ് ചെയ്യല് നമുക്ക് പ്രാക്ടിക്കൽ അല്ലേ. 24 ആൾക്കാരെ ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് ആ 6 പേര് എന്നുള്ളത് ഒന്ന് നമുക്ക് മറ്റു 2 ക്വസ്റ്റ്യൻസും കൂടി സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇവരേതൊക്കെയാണെന്ന് വിഷ്വലൈസ് ചെയ്യും കൂടി ചെയ്യാം. ഓക്കെ, ദ ഫോളോയിങ് ഈസ് ആർ ട്രൂ എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ Z2 cross Z3 is isomorphic to Z6. ട്രൂ അല്ലേ? റിലേറ്റീവ്ലി പ്രൈം ആണ്, അതുകൊണ്ട് ഇയാള് ഐസോമോർഫിക് ടു Z6 ആണ്. ട്രൂ ആണ്. Z3 cross Z3 is isomorphic to Z9. ട്രൂ ആണോ? ഫാൾസ് ആണ്. 3ഉം 3ഉം തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം അല്ല, അതുകൊണ്ട് ഇത് ഫാൾസ് ആണ്. അടുത്തത് Z4 cross Z6 is isomorphic to, ഇവിടെ ഞാൻ എഴുതിയെടുത്ത ഒരു മിസ്റ്റേക്ക് വന്നതാണ്. Z4 അല്ല, ആരായിരിക്കും? 24 ആണ് വരിക. ഓർഡർ സെയിം ആവണ്ടേ? ആണോ? Z24നോട് ഐസോമോർഫിക് ആണോ? അല്ല, റിലേറ്റീവ്ലി പ്രൈം അല്ല. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ Z2 cross Z3 cross Z5 is isomorphic to Z30. 2ഉം 3ഉം തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ അതിനെ 6 എന്ന് എഴുതാം. 6ഉം 5ഉം തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ ടോട്ടലി 13നോട് ഐസോമോർഫിക് ആയിട്ട് വരും. Fourth option is true. Hence, the answer is first option and fourth option. Now, the second question. Which of the following groups are non-cyclic? Non-cyclic ആയിട്ടുള്ളതാണ് ചോദിച്ചത്. Z6 cross Z8 cyclic ആവോ? സിക്സും 8ഉം തമ്മിലുള്ള GCD എത്ര വരുന്നത്? 2 അല്ലേ? 2 ആണ്. നോട്ട് ഈക്വൽ ടു 1 ആണ്. therefore this is non-cyclic. Non-cyclic ആണ് ചോദിച്ചത്, അതുകൊണ്ട് ഇത് ട്രൂ ആണ്. 3ഉം 16ഉം തമ്മിൽ GCD
3ഉം 16ഉം ഓഡും ഈവനും ആണ്. GCD 1 ആണ്. Therefore this is isomorphic to ആര് എന്ന് പറയാം? Z48 and this is cyclic. അപ്പോൾ നോൺ സൈക്ലിക് ആണ് ചോദിച്ചത്. അത് ഇവിടെ തെറ്റായിട്ട് മാറി. വാട്ട് അബൌട്ട് Z4 ക്രോസ് Z12? 4ഉം 12ഉം തമ്മിലുള്ള GCD 4 വരും. Therefore this is non cyclic. And the last option Z2 cross Z24. 2ഉം 24ഉം തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. സോറി, GCD 2 ആണ്. Therefore this is also non cyclic. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ. മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ഓർഡറും നാലാമത്തെ ഗ്രൂപ്പിന്റെ ഓർഡറും എത്ര വരുന്നത്? 48 അല്ലേ? ഒരു പരസ്പരം ഐസോമോർഫിക് ആവുമോ? Z4 ക്രോസ് Z12 Z2 ക്രോസ് Z24നോട് ഐസോമോർഫിക് ആണോ? ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മൾ ഐസോമോർഫിസം ക്ലാസിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് 48 ഓർഡറിലുള്ള രണ്ടാൾക്കാരാണ്. ഒരു പരസ്പരം ഐസോമോർഫിക് ആവുമോ? ആരും റിപ്ലൈ വരുന്നില്ല. അവർ പരസ്പരം ഐസോമോർഫിക് ആണോ? അപർണ, അല്ല, ഞാനിവിടെ എഴുതിയത് ഇന്ന് ക്ലിയർ ആണ്. അതായത് Z2 ക്രോസ് Z24 എന്ന് നമുക്ക് Z4 ക്രോസ് Z12 ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനിവിടെ നോക്കിയത്. 24നെ 2 into 12 എഴുതി, പിന്നെ 12നെ ഫാക്ടറൈസ് ചെയ്തിട്ട് 4 into 3 എഴുതി. ഇതിനേക്കാളും ചെറുതാക്കിയിട്ട് ഇനി നമുക്ക് ഇതിനെ എഴുതാൻ പറ്റൂല. അപ്പൊ ഈ Z4 ഇവിടെ വെച്ചാലും ബാക്കി നമുക്കുള്ളത് എല്ലാവരും കൂടി 12 ആക്കിയിട്ട് പെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ടത്. അതായത് Z4 അവിടെ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടി 12 ആക്കിയിട്ട് പെയർ ചെയ്യാൻ 2ഉം 3ഉം കൂടി പെയർ ചെയ്യാം. 6 വരും. അപ്പൊ Z4 വരും. Z4 ക്രോസ് പിന്നെ ബാക്കിയുള്ളത് ആരാണ്? Z6 ക്രോസ് Z2 വരുള്ളൂ. ഇനി ഇവരെ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് 12 നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? 6ഉം 2ഉം തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് 12 നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, GCD 2 ആണ് വരുന്നത്. Therefore this group is not isomorphic to Z4 cross Z12. നമ്മൾ അഡീഷണലി ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ, നേരത്തെ ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ് നോൺ സൈക്ലിക് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ട്രൂ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് സൈക്ലിക് വിച്ച് ഈസ് ഐസോമോർഫിക് ടു Z48. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ 6 ആളുകളാണ് ഉള്ളത് എന്ന് കാണിച്ചു. അവരാരൊക്കെ വരിക എന്നുള്ളത്, അത് ജസ്റ്റ് ക്ലിയർ ആവാത്തവർക്ക് ക്ലിയർ ആവാനും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവാനും വേണ്ടിയിട്ട് അവരാരൊക്കെ വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് നാളെ ആവുമ്പോഴേക്ക് ഫോർവേഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 9:15 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടൈം കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യാം. നിങ്ങൾ അത് വാച്ച് ചെയ്യുക. അതിൽ എന്തെങ്കിലും ജസ്റ്റ് ചോദിക്കും.